മാറ്റത്തിൻ്റെ സമയമെടുത്താൽ അതിനെ തടുക്കാൻ ഒരു ശക്തിക്കുമാകില്ല. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ ഗതി തന്നെ മാറ്റിയ 91 ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്കുകളാണിത്. രാജ്യം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. വിദേശ നാണ്യ ശേഖരത്തിൽ ഇന്ത്യ ഏറെ താഴേക്ക് പതിക്കുകയും രാജ്യത്തിൻ്റെ പൊതുകടം മൊത്തം GDPയുടെ 50% ഉയരുകയും ചെയ്തു. വിലക്കയറ്റം അതിരൂക്ഷമായി. നിക്ഷേപകർ കൂട്ടമായി പണം പിൻവലിച്ചു തുടങ്ങി. എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധിയെ മറികടക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു സാമ്പത്തിക വിദഗ്ധനായ മൻമോഹൻ സിംഗിനെ ആ ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു. അന്നുവരെ രാജ്യം കൈക്കൊണ്ട എല്ലാ സാമ്പത്തിക നയങ്ങളെയും തകിടം മറിച്ചുകൊണ്ടായിരുന്നു മൻമോഹൻ സിംഗ് രാജ്യത്തെ സാമ്പത്തിക മുറിവുകളിൽ മരുന്ന് പുരട്ടിയത്. മാറ്റത്തിൻ്റെ സമയമെടുത്താൽ അതിനെ തടുക്കാൻ ഒരു ശക്തിക്കുമാകില്ല എന്ന് പറഞ്ഞ് സിംഗ് അവതരിപ്പിച്ച ആ ബജറ്റ് ഇന്ത്യ എന്ന വിപണിയെ ലോകത്തിന് മുൻപിൽ വിശാലമായി തുറന്നുവെച്ചു. ലോകത്തെ സുപ്രധാന ശക്തിയായി ഇന്ത്യ മാറുമെന്ന് കട്ടായം പറഞ്ഞ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ മൻമോഹൻ സിംഗ് സ്വന്തം കാലിൽ ഭദ്രമാക്കി നിർത്തി. മൻമോഹൻ സിംഗിൻ്റെ ജീവിതത്തെ ഒരുപാട് അടരുകളായി തിരിക്കാം. പക്ഷേ എങ്ങനെ തിരിച്ചാലും ഒടുവിലെത്തുന്നത് ചരിത്രത്തിൻ്റെ വാതിൽക്കൽ തന്നെ. 1971 വാണിജ്യകാര്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവ്, 72 സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിൽ മുഖ്യ ഉപദേഷ്ടാവ്, 76 മുതൽ 80 വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ, 82 മുതൽ 85 വരെ RBI ഗവർണർ, 87 മുതൽ 90 വരെ ജനീവയിലെ സൗത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ. ഇവയ്ക്കെല്ലാം ശേഷം രാജ്യത്തിൻ്റെ ഗതി തന്നെ മാറ്റിയ ധനകാര്യ വകുപ്പ് മന്ത്രിപദം. ശേഷം 2004 ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം. രാജ്യം അന്നുവരെ കൈക്കൊണ്ട സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് ഇനി നീങ്ങേണ്ടത് ഉദാരീകരണത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും പാതയിലേക്കാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് മൻമോഹൻ സിംഗിലെ സാമ്പത്തിക വിദഗ്ധൻ ചെയ്തത്. തുടർന്ന് മൻമോഹൻ സിംഗ് ഇന്ത്യയെ ലോകത്തിന് മുൻപാകെ തുറന്നുവെച്ചു. പൊതുമേഖലയെ സ്വകാര്യവത്കരിക്കാൻ ആരംഭിച്ചു. വിദേശ കമ്പനികളെ ഇന്ത്യയിലേക്ക് അറിഞ്ഞു ക്ഷണിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. മൻമോഹൻ സിംഗിൻ്റെ ഈ നടപടികളിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ എതിർപ്പാണുണ്ടായത്. പി ചിദംബരം പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ സിംഗിനെതിരെ രംഗത്തെത്തി. സിംഗിന് രാഷ്ട്രീയ പശ്ചാത്തലമില്ല എന്നത് കോൺഗ്രസിൽ വലിയ കലാപത്തിനിടയാക്കി. ഇതിനിടെ IMFൻ്റെയും ലോകബാങ്കിൻ്റെയും നയങ്ങളാണ് ഈ ബജറ്റിൽ ഉള്ളതെന്ന വിമർശനവും മൻമോഹൻ സിംഗിനെ തേടിയെത്തി. പക്ഷേ ഇന്ത്യ മാറണം എന്നത് മാത്രമായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ ഉറച്ച വിശ്വാസം. മൻമോഹൻ സിംഗ് തുറന്നിട്ട ആ വാതിലിലൂടെ രാജ്യത്തിന് എന്ത് ലഭിച്ചുവെന്നത് ഇപ്പോഴും വാദപ്രതിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങളാണ്. സാങ്കേതികമായും സാമ്പത്തികമായും രാജ്യം മുന്നേറിയപ്പോഴും കാർഷിക, ചെറുകിട, വ്യാപാര മേഖലയടക്കമുള്ള അടിസ്ഥാന വർഗ വിഭാഗത്തിന് അതിൻ്റെ മെച്ചമുണ്ടായില്ല എന്നത് സത്യമാണ്. I certainly would like to say that I was not the Prime Minister who was afraid of talking to the press. മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രിയെ എല്ലാവരും വിളിച്ചു പോരുന്നത് ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ്. ഇറ്റാലിയൻ പശ്ചാത്തലമുള്ള സോണിയാഗാന്ധി 2004 പ്രധാനമന്ത്രി പദം വേണ്ടെന്ന് വെച്ചപ്പോൾ വീണ ഒരു നറുക്കാണ് സിംഗിൻ്റേത്. സോണിയയുടെ ആ മഹാത്യാഗവും പ്രണബ് മുഖർജി അടക്കമുള്ള സീനിയർ നേതാക്കളെയും മറികടന്ന് കിട്ടിയ ഒരു പ്രധാനമന്ത്രി പദം. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി കാലഘട്ടം. ഇടതുപക്ഷത്തിൻ്റെതടക്കം പിന്തുണയിൽ ഒന്നാം UPA സർക്കാർ താരതമ്യേന ശാന്തമായി ഒഴുകുമ്പോഴാണ് 2008 മൻമോഹൻ സിംഗിന് ഒരു വലിയ പ്രതിസന്ധിയെ അതിജീവിക്കേണ്ടി വന്നത്. ഇന്ത്യ-US ആണവ കരാറിൻ്റെ പേരിൽ 60 MP-മാരുണ്ടായിരുന്ന ഇടതുപക്ഷം സർക്കാരിന് പിന്തുണ പിൻവലിച്ചു. മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് ഏറെ അത്യാവശ്യമായ ഒന്നായിരുന്നു ആ കരാർ. കരാറിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ സിംഗ് ഒടുവിൽ രാജ്യഭീഷണി വരെ മുഴക്കി. രാഷ്ട്രീയക്കാരനല്ലാത്ത മൻമോഹൻ സിംഗ് നേരിട്ട ആദ്യത്തെ ബലപരീക്ഷണമായിരുന്നു 2008 ആ വിശ്വാസ വോട്ടെടുപ്പ്. സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയിൽ സർക്കാർ അന്ന് ഭൂരിപക്ഷം തെളിയിച്ചെങ്കിലും മൻമോഹൻ സിംഗിന് അന്ന് കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വന്നു. ഒന്നാം UPA സർക്കാരിനുണ്ടായ ആ സൽപ്പേര് രണ്ടാം UPA സർക്കാരിന് കാത്തു സൂക്ഷിക്കാനായില്ല എന്നതായിരുന്നു രാഷ്ട്രീയമായി മൻമോഹൻ സിംഗിനെ ഉലച്ച മറ്റൊരു കാര്യം. കോമൺവെൽത്ത്, 2G, കൽക്കരി കുംഭകോണം തുടങ്ങിയ നിരവധി അഴിമതികളിൽ രണ്ടാം UPA സർക്കാർ മുങ്ങി. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ അഴിമതിയുടെ ഒരു കറ പോലും ഉണ്ടായില്ല എന്നതായിരുന്നു ഏറ്റവും ശ്രദ്ധേയം.
മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കൊണ്ടുവന്ന നിരവധി നിയമങ്ങൾ പിന്നീട് രാജ്യത്തിൻ്റെ നട്ടെല്ലായി മാറി. 2005 ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതേ 2005 വിവരാവകാശ നിയമം, 2008 വിദ്യാഭ്യാസ അവകാശ ബിൽ, 2013 ഭക്ഷ്യസുരക്ഷാ നിയമം, 2006 ആദിവാസി വനാവകാശ നിയമം, 2013 നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം. People say I was a silent prime minister. I think these volumes speak for നിശബ്ദനായിരുന്നു പഠിച്ച് ഫുൾ മാർക്കും വാങ്ങിപ്പോകുന്ന ഒരു കുട്ടിയെ പോലെയായിരുന്നു മൻമോഹൻ സിംഗ്. താൻ ആക്സിഡൻ്റൽ പ്രധാനമന്ത്രി മാത്രമായിരുന്നില്ല, ഒരു ആക്സിഡൻ്റൽ ധനമന്ത്രി കൂടിയായിരുന്നുവെന്ന് സിംഗ് പിന്നീട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തൻ്റെ പ്രവർത്തനങ്ങൾ മാത്രം ആക്സിഡൻ്റൽ ആയിരുന്നില്ല എന്ന് സിംഗ് ഉറപ്പുവരുത്തി. മൗനി ബാബ, പാവ പ്രധാനമന്ത്രി എന്നെല്ലാം വിളിച്ച് പ്രതിപക്ഷം നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരുന്നപ്പോൾ മൻമോഹൻ സിംഗ് തൻ്റെ കർമ്മങ്ങളിൽ മാത്രം വ്യാപൃതനായി. 2014 രണ്ടാം UPA സർക്കാരിൻ്റെ അഴിമതി കുംഭകോണങ്ങൾ വാതിൽ തുറന്നത് വർഗീയ ശക്തികൾ അധികാരമേൽക്കുന്നതിലേക്കാണ് എന്നത് മാത്രമാണ് മൻമോഹൻ സിംഗിൻ്റെ മേലുള്ള ഒരു ആരോപണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഴിമതി സർക്കാരിൻ്റെ തലവനെന്ന ആരോപണവും മൻമോഹൻ സിംഗിനെ തേടിയെത്തി. എന്നാൽ തന്നെ പൊതിഞ്ഞ ഈ വിവാദങ്ങളിൽ അദ്ദേഹത്തിന് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ: ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ടു മീ ദാൻ ദ മീഡിയ എന്നും മാത്രം. വരും കാലം തന്നെ എങ്ങനെ ഓർക്കുമെന്നും എങ്ങനെ തന്നെ വിലയിരുത്തുമെന്നും ദൃഢനിശ്ചയമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ വാക്കുകൾ. പിന്നീട് അതുതന്നെ സംഭവിച്ചു. നോട്ട് നിരോധനവും അശാസ്ത്രീയ സാമ്പത്തിക പരിഷ്കരണങ്ങളുമെല്ലാമായി ഇന്ത്യൻ സാമ്പത്തിക രംഗം ചക്രശ്വാസം വലിക്കുകയും അടിസ്ഥാന തൊഴിൽ മേഖലകൾ താറുമാറാകുകയും ചെയ്ത സമീപകാലത്തെ നിരവധി സാഹചര്യങ്ങളിൽ രാജ്യം പലതവണ മൻമോഹൻ സിംഗിനെ ഓർത്തിട്ടുണ്ട്. ദിഷണാപരമായി ഈ രാജ്യത്തെ നയിക്കാൻ ഒരു മൻമോഹൻ സിംഗ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് പലരും പരസ്യമായി അഭിപ്രായ പ്രകടനം വരെ നടത്തിയിട്ടുണ്ട്. മൻമോഹൻ സിംഗിനെ ഓർക്കേണ്ടത് എങ്ങനെയെന്ന കാര്യത്തിൽ തർക്കവിതർക്കങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. പക്ഷേ ഒന്നുറപ്പാണ്, പരമ്പരാഗത പാതയിൽ നിന്ന് രാജ്യത്തെ വഴിമാറ്റിക്കൊണ്ടുപോയ ആ മൻമോഹനോമിക്സ് രാജ്യത്തിൻ്റെ സീൻ മാറ്റിയ ഒന്നായിരുന്നു. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഒരു ധനമന്ത്രിയുടെയും തുടർന്ന് ഒരു പ്രധാനമന്ത്രിയുടെയും തുടക്കം അവിടെ നിന്നായിരുന്നു. പ്രസംഗമല്ല, വാചാടോപങ്ങളല്ല, പ്രവർത്തനമാണ് വലുതെന്ന് കാണിച്ചു തന്ന ഇന്ത്യയുടെ തലവര മാറ്റിയ രാജ്യത്തിൻ്റെ സ്വന്തം സിംഗാണ് മൻമോഹൻ സിംഗ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകില്ല.